ഒടുവിൽ അലീനയുടെ മുൻപിൽ കാലിടറി വീണ് റീത്ത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത് റീത്തയുടെ കാലിടറുന്നതാണ്. അതായത് റീത്തയുടെ കളികൾ തിരിച്ചറിഞ്ഞ ഔതക്കുട്ടി സ്റ്റാലിനെ കൊണ്ട് വേറൊരു കളി കളിപ്പിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. സ്വത്തുമോഹിയായ റീത്ത സ്വത്തിനു വേണ്ടിയാണ് ഈ കളികളെല്ലാം നടത്തുന്നത് എന്ന് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിനെ അറിയിക്കുമ്പോൾ അപ്പച്ചൻ എന്താണ് പറഞ്ഞു വരുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വേറെയൊന്നുമല്ലടാ. അതായത് അവർക്ക് സ്വത്ത് വേണം. ആ സ്വത്ത് നിന്നിൽ നിന്ന് തന്നെ വേണം. നിൻ്റെ സ്വത്ത് അലീനയിലേക്ക് പോകുമോ എന്നുള്ള ഭയമാണ് അവരെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതായത് നിൻ്റെ സ്വത്ത് അലീനയ്ക്ക് കിട്ടരുത് എന്നുള്ള ആ ഒരൊറ്റ ചിന്ത അവർക്ക് ഉണ്ട് എന്ന് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിനോട് പറയുമ്പോൾ എന്തിനാണ് അവർ തൻ്റെ സ്വത്തിന് വേണ്ടി ഇത്രയും കടിപിടി കൂടുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നീയല്ലേ നോക്കുന്നത് മോനെ ലാലിച്ച. നിൻ്റെ സ്വത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ വഴിയാധാരമാകില്ലേ? അവർക്ക് വെറുതെ ഇരുന്ന് തിന്നാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ റീതാമ്മ എന്തൊക്കെ കരുക്കൾ നീക്കുന്നുണ്ടപ്പാ എന്ന് ചോദിക്കുകയാണ്. മോനെ വേറെ ഒന്നുമില്ലടാ. അതായത് അവളാണെങ്കിൽ എല്ലാവരെയും, എല്ലാ ബന്ധുക്കളെയും, പിന്നെ നിൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും കാര്യങ്ങൾ അറിയിച്ച് ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അവൾക്കറിയാം, തന്ത്രപൂർവം നിന്നെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ നിൻ്റെ സ്വത്തുക്കൾ എടുക്കാൻ പറ്റുമെന്ന്. നിൻ്റെ ഭാര്യയും മക്കളും അവളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, അവളുടെ വാക്ക് കേട്ട് നിൽക്കുന്നത് കൊണ്ട് നിനക്ക് ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ഒടുവിൽ അവർക്ക് തന്നെ എല്ലാം കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. നീ അലീനയെ സങ്കടപ്പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ നീ അവളെ ഒന്നില്ലെങ്കിൽ കൊണ്ട് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും നീ കൊടുക്കേണ്ടി വരും. അധികം വൈകാതെ തന്നെ നിൻ്റെ കയ്യിൽ ഒന്നും തന്നെ അവശേഷിക്കില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ ചെയ്യണമെന്ന് ഔതക്കുട്ടി സ്റ്റാലിനോട് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ അപ്പച്ചാ അത്, എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറെ ഒന്നുമില്ല മോനെ. അതായത് വലിയ ചതികൾ, വലിയ കെണികൾ നിനക്ക് വരാനായിട്ട് പോവുകയാണ്. അതിൽ അവൾ ചിന്നമ്മ വിഷമിക്കേണ്ട എന്ന് കരുതിയാണ്, അവൾക്കൊരു പ്രശ്നവും വരണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ ചിന്നമ്മയ്ക്ക് വേണ്ടിയാണല്ലേ, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അപ്പച്ചൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എടാ അവളെ വിഷമിപ്പിക്കാതെ നോക്കേണ്ടത് എൻ്റെയും നിൻ്റെയും കടമയല്ലേ? നീയല്ലേ അത് പലതവണ പറഞ്ഞത്. ഇപ്പോൾ നീ ചെയ്യുന്നത് വരെ അവളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അവൾക്ക് വേണ്ടി മാറുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൾക്കിത്തിരി ദേഷ്യവും അഹങ്കാരവും ഒക്കെ കൂടുതലാണെന്ന്. ഇതേ സമയമാണെങ്കിൽ വല്യപ്പച്ചൻ പറയാണ്, അവൾ എന്തിനാണ് ഈ നിരാഹാരം ഇരിക്കുന്നത്, എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചാൽ സ്റ്റാൻലി അവൾ അഹങ്കാരിയാണ് എന്ന് നിനക്ക് പറയാനായിട്ട് കഴിയോ എന്ന് ചോദിക്കുകയാണ്. അതായത് അവളെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയല്ലേ, അവളുടെ പപ്പയ്ക്ക് വേണ്ടിയല്ലേ,
അവളുടെ പപ്പയെ നേർവഴിക്ക് നടത്താനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും നേർവഴിക്ക് നടത്താനൊന്നും നിൽക്കേണ്ട. സ്റ്റാൻലി ജോസഫ് എന്ത് ചെയ്യണമെന്ന് സ്റ്റാൻലി ജോസഫ് തന്നെ തീരുമാനിക്കും, അല്ലാതെ ഒരലീനയുമല്ല എന്ന് പറയുമ്പോൾ നിൻ്റെയല്ലേ മകള്, നിൻ്റെ പോലെ തന്നെ വാശി അവൾക്കും കാണില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം സ്റ്റാൻലിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണാം. തുടർന്നാണെങ്കിൽ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാനെന്തായാലും അവളോട് ഉപവാസം ഉപേക്ഷിക്കാനായിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ സ്വത്തുക്കൾ എവിടെയും പോവാതിരിക്കാൻ ഒരു പ്രധാന ചെക്ക് വെക്കേണ്ടതുണ്ട് എന്ന് ഔതക്കുട്ടി പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഇതേ സമയം ഔതക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കുന്ന സ്റ്റാൻലിന് അതിൽ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. അപ്പൻ തൻ്റെ കാര്യത്തിലും തൻ്റെ മകളുടെ കാര്യത്തിലും ശ്രദ്ധാലുവാണെന്ന് സ്റ്റാൻലിനറിയാം. അതുകൊണ്ട് തന്നെ അപ്പൻ പറയുന്നതും ചെയ്യുന്നതും ശരി മാത്രമായിരിക്കുമെന്നും സ്റ്റാൻലിനറിയാം. ഈ അലീനയുടെ കാര്യത്തിൽ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ ചെയ്തൊക്കെ ശരിയാണെന്നറിയാം പറയുന്നതും. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയാണെങ്കിൽ അപ്പൻ്റെ വാക്ക് കേട്ട് ഒരു വലിയ സംഭവം തന്നെ ചെയ്തു വയ്ക്കുകയാണ് എന്ന് കാണാം. ഇവിടെ റീത്തയുടെ സഹോദരി എൽസി വന്നു കഴിയുമ്പോൾ നമ്മുടെ റീത്ത എന്തിന് സ്റ്റാൻലിൻ്റെ വീട്ടിലേക്ക് വരികയാണ് സ്റ്റാൻലിനോട് സംസാരിക്കാനായിട്ട്. ഇതിനിടയിൽ സ്റ്റാൻലിയും റീത്തയും ഒക്കെ തമ്മിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുമ്പോൾ റീത്ത സ്റ്റാൻലിനെ അവിടെ വെച്ച് നാണം കെടുത്തി വിടുകയാണ് എന്ന് കാണാം. അപ്പോഴാണെങ്കിൽ അലീന അവിടേക്ക് കടന്നു വരികയാണ്. ഇവളാണല്ലേ ആ പിഴച്ച് പ്രസവിച്ച സന്തതി എന്ന് ചോദിക്കുന്നു. നീ എന്തിനാടി ഇവിടേക്ക് കയറി വന്നത് എന്ന് ചോദിക്കുന്നു. സ്റ്റാൻലി മര്യാദയ്ക്ക് സ്വത്ത് തന്നോ അല്ലെങ്കിൽ ഇവളെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം അവളുടെയാണ്. അവളെ എവിടേക്ക് പുറത്താക്കാനാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം, എനിക്കും എന്ന് സ്റ്റാൻലിൻ കരുക്കൾ നീക്കുന്നു. തെളിവുകളും പേപ്പറുകളും നൽകുന്നു. ഇതേ സമയം ആകെ അന്താളിച്ച് നിൽക്കുകയാണ് റീത്ത. ഒടുവിൽ അലീന റീത്തയെ പൊളിച്ചെടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പപ്പയെയും പപ്പയുടെ ഭാര്യയെയും മക്കളെയും അകറ്റിയത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. തുടർന്ന് ഒരുപാട് പൈസ വാങ്ങിയിട്ട് എന്താണ് ഇവളെ ചികിത്സിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ റീത്തയ്ക്ക് നേരെ അലീന കൈയോങ്ങുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നു. ചുറ്റുമിരിക്കുന്നവർ ഞെട്ടിവിറയ്ക്കുകയാണ് എന്നും കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.